ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിനെതിരെ അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ ചേർന്ന് അണിനിരന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഇറാൻ പരമോന്നത നേതാവ് ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന് മുന്നിലും ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലും ഉൾപ്പെടെ പ്രതിഷേധക്കാർ തെരുവിലേക്ക് ഇറങ്ങിയത്. പ്രകടനത്തിൽ പങ്കെടുത്തവർ US സൈനിക ഇടപെടലിനെ വിമർശിക്കുകയും രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് നയിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തികളെ വിമർശിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ ഒരു പ്രസിഡന്റിനും അധികാരമില്ല. എന്നാൽ ട്രംപ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് എന്നായിരുന്നു പ്രതിഷേധക്കാർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്ന്. ബാൾട്ടിമോർ, ബോസ്റ്റൺ, ചിക്കാഗോ, സിൻസിനാറ്റി, ഡെൻവർ തുടങ്ങിയ നഗരങ്ങളിൽ ശനിയാഴ്ച പ്രകടനങ്ങൾ നടന്നപ്പോൾ ന്യൂയോർക്കിലെ അൽബാനി, വിർജീനിയയിലെ എലൻസ്ബർഗ് തുടങ്ങിയ നഗരങ്ങളിൽ ഞായറാഴ്ച പ്രതിഷേധങ്ങൾ തുടരുമെന്ന് സംഘം അറിയിച്ചു. ട്രംപ് ഇറാനെ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണം നിയമവിരുദ്ധവും പ്രേരണാരഹിതവുമാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇസ്രയേലുമായി ചേർന്ന് നടത്തുന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ ട്രംപാണ്. ഇതിനെതിരെയാണ് സ്വന്തം നാട്ടിൽ തന്നെ ട്രംപിനെതിരെ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നത്. ഒട്ടേറെ മിസൈലുകൾ ഇറാനിലേക്ക് പതിച്ചിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണമെന്ന് US സൈനിക വൃത്തങ്ങളും സൂചിപ്പിച്ചു. അവരുടെ പ്രധാന ആണവായുധ കേന്ദ്രങ്ങൾ സാരമായി തകർത്തിരുന്നു. എങ്കിലും ഇറാന്റെ പക്കൽ ബാലിസ്റ്റിക് മിസൈലിന്റെ വൻ ശേഖരമുണ്ട്. USുമായി ചേർന്ന് ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇറാന്റെ ആണവ പാഡുകളിൽ നിലനിൽക്കുന്ന ഇസ്ഫഹാനിൽ വൻ ആക്രമണം നടത്താനാണ് നീക്കം. ആണവ ചർച്ചകളെ ചൊല്ലി സംഘർഷം രൂക്ഷമായിരിക്കെ US സഹായത്തോടെ ഇസ്രയേൽ ഇറാന്റെ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഇസ്രായേലിനു നേരെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചുവെന്ന് ഇസ്രയേൽ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലുള്ള പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണം 87 ഉയർന്നു. 660 പേർക്ക് പരിക്കേറ്റതായും വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. അതേസമയം കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെ ഡ്രോൺ ആക്രമണവും നടത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ജോലിയുണ്ടായിരുന്ന ജീവനക്കാരിൽ ചിലർക്കും പരിക്കേറ്റു. വസ്തുവകകൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഇറാനിലെ നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് ഉത്തരവാദികൾ അവിടുത്തെ ഭരണകൂടമാണെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇറാനിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഭരണമാറ്റം വേണമെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. USുമായുള്ള സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങളായി ഖമേനിയെ പൊതുവേദികളിൽ കാണാറില്ലായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്താൻ സമ്മർദ്ദം ചെലുത്തുന്നതിനായി മേഖലയിൽ വൻതോതിൽ യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും US വിന്യസിച്ചിരുന്ന സമയത്താണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ആക്രമണം നടത്തിയതെന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേൽ വ്യോമാതിർത്തി അടച്ചു. പിന്നാലെ രാജ്യത്തുടനീളം സൈറണുകൾ മുഴങ്ങുകയും ചെയ്തു. അതേസമയം ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടയ്ക്കുകയും മൊബൈൽ ഫോൺ സേവനങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു. പ്രക്ഷോഭണ കാലത്ത് ഇറാനു നേരെ ആക്രമണ ഭീഷണി മുഴക്കിയിരുന്നു ട്രംപ്. പ്രക്ഷോഭകരെ ഇറാൻ വധിച്ചാൽ പ്രതികരിക്കാൻ സർവ്വസജ്ജമാണെന്ന് ജനുവരി 2 ആയിരുന്നു ട്രംപ് തുറന്നു പറഞ്ഞിരുന്നത്. ഫ്ലോറിഡയിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് USും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങളും പറയുന്നത്. എന്നാൽ ഇറാൻ ഇക്കാര്യം ആവർത്തിച്ച് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അമേരിക്കയുടെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.